മൗലവി ഇപ്പൊ എവിടെ ഉള്ളതെന്ന് തന്നെ മറന്നുപോയിക്കിട്. മൂപ്പര് ചോദ്യം ചോദിച്ചാനോ കൊണ്ടെന്ന് വെച്ചിക്കിടുന്ന് മൂപ്പർക്കും പൊടുത്തല്ല, വെള്ളം കുടിച്ചാനും ബിസ്ക്കറ്റ് തിന്നാനോ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു പൊടുത്തല്ല. നിങ്ങൾ ഇങ്ങനെ ആയി പോകാൻ പാടില്ല. ഞങ്ങൾ ഈ കുട്ടികളെ മുന്നിൽ വന്നിട്ട് എന്താ മൗലവി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏകനാണ് എന്നുള്ള ഇനി തഫ്സീറാണോ? യാ അയ്യുഹല്ലദീന ആമനൂ പഠിച്ചോ, ഓ വിശ്വസിച്ച ജനങ്ങളെ, ലാ തഖൂലൂ റായിന, നിങ്ങൾ റായിന ആ അദബ് കേടുള്ള റായിന പറയരുത് കേട്ടോ. വഖൂലു ഉൻദുർനാ, ഉൻദുർനാ എന്ന് പറയണേ. ആരോടാ? യാ അയ്യുഹല്ലദീന ആമനൂ കൂടാൻ പാടില്ല. അവിടെ നമ്മൾ വിളിച്ചോ, ഞങ്ങളൊക്കെ വിശ്വസിച്ച ജനങ്ങളാ, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ, നിങ്ങൾ എന്താ സാധനങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. വിശ്വസിച്ച ഞങ്ങളോട് പറഞ്ഞു ഇനി അതിന് അനീഫ കായക്കോടിന്റെ ഓഫീസിൽ നിന്ന് ചീട്ട് കിട്ടണ്ട. വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾ റായിന പറയരുത്. വഖൂലു ഉൻദുർനാ, ഉൻദുർനാ യാ റസൂലല്ലാഹ് എന്ന് പറയണേ മുഅ്മിനീങ്ങളെ. ചോദിക്കട്ടെ, ഉൻദുർനാ യാ റസൂലല്ലാഹ്, ഓ നബിയെ അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കോ തൗഹീദോ? നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച ഉസൂല് പ്രകാരം ശിർക്കോ തൗഹീദോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കാണാനല്ല. നിങ്ങളെ ഈ വള്ളം കുടിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് തീറ്റി ഞങ്ങൾ മൂടുവാൻ കരുതിയില്ല. ആയിമ കഴിച്ചിലോ നിങ്ങൾ കരുതണ്ട. പിന്നെ മൂപ്പര് പറയാ, ഏയ് ഇമാമിങ്ങൾ വേറെ വാദം എഴുതിക്കോ, നിങ്ങൾ നടത്തിയ കോപ്പി പേസ്റ്റ് അടക്കം നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനങ്ങളുടെ ഉള്ളറകൾ ഞങ്ങൾ ഇവിടെ വെട്ടിത്തുറക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത് മുഴുവനും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇനി പിടിച്ചോ തഫ്സീർ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങളല്ലാമ അപ്പുറത്തേക്ക് വായിക്കാണ്ട്, ഒരുപാട് വായിക്കാണ്ട്, നിങ്ങളല്ലാമ നിങ്ങൾക്ക് പൊരുത്തള്ളനെ തരാം. എന്താ പറഞ്ഞത് ആയത്ത് വിശദീകരിച്ചിട്ട്? കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ബറ നാദാഹു മൻ കാനത് ലഹു ഹാജത്തും മിനൽ മുഅ്മിനീൻ, ആവശ്യമുള്ളവരും മുഴുവനും ഹാജത്തുൻ, എന്താ ഈ ഹാജത്തുൻ എന്ന് പറഞ്ഞ? ഹാജത്തുൻ എന്ന് പറഞ്ഞ നെക്കിറാണ്. എത്തിന് എക്കിറ ഇത് തീ കൂടെ അങ്ങനെ കേട്ടു പോകണ്ടാവും. എത്ത് നെക്കിറ, എത്ത് മാരിപ്പ, എത്ത് ഉമൂമിറ്റ് ഞങ്ങൾക്ക് ഇവല്ല ആവശ്യമുള്ള ആൾക്കാർ മുഴുവനും വിളിച്ചിരുന്നു. ഇത് തഫ്സീർ കിട്ടിയില്ലേ? മതിയായി, ഒക്കെ കിട്ടി, പള്ള പറഞ്ഞു, സംവാദം മുതലായി. അള്ള പറയുന്നു ലാ തഖൂലു റഹീന, റഹീന പറയണ്ടട്ടോ, വഖൂലു ഉൻദുർനാ, ഉൻദുർനാ എന്ന് പറയണേ. വെല്ലുവിളിക്കുന്നു നിങ്ങളെ. ഇത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തേക്ക് മാത്രമാണെന്ന് വാദമുണ്ടോ? പറഞ്ഞോളൂ. ഇതിന്റെ ഈ അർത്ഥമില്ല എന്ന് വാദമുണ്ടോ? പറഞ്ഞോളൂ, തെളിയിച്ചു തരാം. ഇത് വെറുതെ വിളിച്ചല്ല. നിങ്ങൾ ആ വള്ളക്കുപ്പിയും കൊണ്ടുള്ള കളിയൊന്നും ഇവിടെ നടക്കൂല. മറുപടി പറഞ്ഞിട്ടേ ഞങ്ങളെ വിടുള്ളൂ. വിശ്വസിച്ച ജനങ്ങളോട് മൊത്തമാണ് ഹിതാബ്. ഞങ്ങൾ അതിൽ പെട്ടു. വിശ്വസിച്ച ജനങ്ങളെ ഞങ്ങളോട് പറയണം ലാ തഖൂലു റായിന, നിങ്ങൾ റായിന പറയണ്ടോ. അതോടുകൂടെ കേട്ടു, ഞങ്ങൾ പറയണില്ല, മാറ്റിവെച്ചു. അത് വഖൂലു ഉൻദുർനാ, അള്ള സർട്ടിഫിക്കറ്റ് തന്നു. വഖൂലു ഉൻദുർനാ, ഇസ്തിഗാസന്റെ ഫോർ എക്സാമ്പിൾ പഠിപ്പിച്ചതാണ്, മറക്കരുത്. ഈ സംവാദത്തിന്റെ സംഭാവനയാണ് നിങ്ങൾക്കത്. പഠിച്ചു വെച്ചോ. ഇസ്തിഗാസന്റെ എക്സാമ്പിൾ ഖുർആൻ പഠിപ്പിച്ചു തന്നു. വഖൂലു ഉൻദുർനാ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കണേ പരിശുദ്ധ ഖുർആൻ. അതേ കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ബറ നാദാഹു മൻ കാനത് ലഹു ഹാജത്തും മിനൽ മുഅ്മിനീൻ, നബി തങ്ങളെ ആവശ്യമുള്ള ആരും വിളിച്ചിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിന്റെ മാലപ്പടക്കത്തിന് ഞങ്ങൾ ഇവിടെ തിരികൊടുത്തു. നിങ്ങൾക്ക് പറ്റുന്ന തഫ്സീറിനെ അല്ലാമനെ തന്നെ പറയണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ നമ്മുടെ മുസ്ലിയാർ തട്ടിപ്പ് നടത്താനാ പ്ലാന്. സഹോദര, ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ദുആ ചെയ്യാനുള്ള ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് ഇത് എന്ന് ആര് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഈ ആയത്ത് പഠിക്കാത്തവരാണോ മുൻകാല ഇമാമിങ്ങൾ? നിങ്ങളുടെ സുയൂത്തി കേട്ടോളൂ, നിങ്ങളെ സുയൂത്തി ഈ ആയത്ത് കാണാതെയാണോ സഹോദര? ഇമാം സുയൂത്തി വ്യക്തമായിട്ട് പറയുന്നു, കേട്ടോളൂ. ഇമാം സുയൂത്തി വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തേടി പോവുകയോ പ്രവാചകനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ആയത്ത് പിടിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ഖദ് അജ്ദബു മർറാത്തിൻ വദഹമതുഹും നവായിബു.
ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്താ പറഞ്ഞത്? ഹാജത്ത് പറഞ്ഞ എന്താ നിന്നോട്? ഐസ്ക്രീം കഴിക്കുക? ഓ അതൊക്ക എന്റെ മുസ്ലിയാക്കന്മാരത്തൊക്കെ നിങ്ങൾ യാക്കോബിന് മുന്നിൽ പ്രസംഗിച്ചു പോകല്ല, ഇത് സലഫികളാ കേട്ടോ. ആ നിലക്കുള്ള പരിയാസം ഒന്നും ഇവിടെ വേണ്ട. പിന്നെ നെക്കിറ മാരിഫ എന്ന് പറഞ്ഞാൽ എന്താ? ചോറും ചാറും വെച്ച് കഴിക്കുക. അതൊക്കെ ഒഴിവുണ്ടോ? വന്നോളൂ, പഠിപ്പിച്ചാരാ നെഹ്വൊക്കെ എന്താണെന്നുള്ളത്, നെഹ്വു സർഫൊക്കെ. ആ ജാതി ഇതൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇവിടെ പ്രമാണം വെച്ച് സംസാരിക്കുക, പ്രമാണമായി സംസാരിക്കുക. പിന്നെ നൗഷാദാസന്റെമാരായ ഇലിയൊന്നും ഇവിടെ വേണ്ട, അത് ഇവിടെ വിലപ്പോവില്ല. മനസ്സിലാവുണ്ടോ? ആ പഠിച്ചു വെച്ചുണ്ടോ അത് ഇവിടെ ഓക്കാൻ വെച്ചാൽ നടക്കൂല, അത് സലഫികളാ കേട്ടോ. കൃത്യമായി ഞാൻ ചോദ്യം മറന്നു പോകാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിച്ചു വെക്കുകയാണ്. കാരണം അത് ചോദിക്കാതെ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ചോദ്യമൊക്കെ സമയം കമ്മിയാണല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി ഈ ആയത്ത് വഫാത്തായി പോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചോദിക്കാനുള്ള തെളിവാണ് എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകം അവിടെ വായിക്കേണ്ടത് കേട്ടോ. അപ്പോ ആ ചോദ്യം അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കുന്നു. പിന്നെ ഉണ്ണൂർണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കാന്തപുരം വരെ അതിനിവിടെ എഴുതിയിട്ട് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഉസ്താദാണല്ലോ കാന്തപുരം, അതിന്റെ കാന്തപുരം മക്കളാണല്ലോ നിങ്ങള്. ആ കാന്തപുരം പറഞ്ഞാൽ ഇത് ജൂതന്മാർ പ്രയോഗിച്ച പ്രയോഗമാണ്, ഇത് മരിച്ചുപോയ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല. പറഞ്ഞോ, കാന്തപുരം പറഞ്ഞോ ഇത് മരിച്ചുപോയ മഹാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് കാന്തപുരം തഫ്സീർ ഉദ്ദേശിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ വാദം മാത്രമല്ല. ആയത്തിന് അവസാനം പറഞ്ഞ എന്താ? വലിൽ കാഫിരീന അദാബുൻ അലീം, കാഫിരീങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇന്നേ വരെ സമസ്തക്കാർ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്താനൊക്കെ കാഫിറാണെന്ന്. നിങ്ങൾക്ക് സുന്നത്താന്ന് വരെ നിങ്ങൾക്ക് പറയാൻ ഭയമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കാത്തവൻ ആ പ്രാർത്ഥിക്കുക എന്നുള്ള സുന്നത്താന്ന് വരെ പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിട്ടില്ല. നിങ്ങൾ അലി സഹാബി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ആയതിന്റെ അവസാനം എന്താ പറഞ്ഞത്? വലിൽ കാഫിരീന അദാബുൻ അലീം. നിങ്ങളുടെ വാദപ്രകാരം ഇസ്തിഗാസ ആണെങ്കിൽ മരിച്ചുപോയ നബിയെ വിളിക്കാത്തവരൊക്കെ കാഫിറെന്നല്ലേ സഹോദര വരാ? മുജാഹിദീങ്ങളൊക്കെ കാഫിറാണ് നിങ്ങൾ ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ? വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോടെ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ആവർത്തിക്കാൻ, ഒന്നാം ചോദ്യം മറുപടി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ, തന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച സഹായം ചോദിച്ചൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്.